ഫിൽട്ടർ കാപ്പി ഇഷ്ടമാണ്. ഞങ്ങളുടെ ബംഗളൂരുവിൽ ഫിൽട്ടർ കാപ്പി ഒരു പതിവ് വിഭവമാണ്. ഒട്ടുമിക്ക വീടുകളിലും ഫിൽട്ടർ കാപ്പിയാണ് പതിവ്. കാപ്പി ഉപയോഗിക്കാൻ തുടങ്ങിയത് എത്യോപ്യയിലും ആഫ്രിക്കയിലുമൊക്കെ ആണെങ്കിലും ഫിൽട്ടർ കാപ്പി അത് നമ്മുടെ ദക്ഷിണേന്ത്യക്കാരുടെ സ്വന്തം കണ്ടുപിടുത്തമാണ്. ഫിൽട്ടർ കാപ്പിയുടെ ഫിൽട്ടറിൽ കാപ്പിപ്പൊടി നിറച്ച് അതിൻ്റെ മേലെ തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചാൽ നല്ല കട്ടിയുള്ള കാപ്പിയുടെ ലായനി കിട്ടും. അത് തിളപ്പിച്ച പാലിൻ വെള്ളത്തിലല്ല, തിളപ്പിച്ച പാലിൽ ഒഴിച്ചാൽ ഫിൽട്ടർ കാപ്പി റെഡി. കാപ്പിയുടെ മുകളിൽ നല്ല പതയുണ്ടാകണം, എന്നാലേ അതിൻ്റെ ഒരു ഗമ കിട്ടുള്ളൂ. ശുദ്ധമായ കാപ്പിപ്പൊടി മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറ്. എന്നാൽ കാപ്പിയുടെ പൈസ കുറക്കാനുള്ള സായിപ്പിന്റെ കണ്ടുപിടുത്തമായി ചിക്കറി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ കാപ്പിയിലും അല്പം അഡൾട്ടറേഷൻ വന്നു എന്നതാണ് സത്യം. ചിക്കറിയും പഞ്ചസാരയും ഇല്ലാതെ നല്ല പാലിൽ സ്ട്രോങ് ഫിൽട്ടർ കാപ്പി ഉണ്ടാക്കിയാൽ നല്ല വൈനിന്റെ സ്വാദാണ് എന്നാണ് എൻ്റെ സുഹൃത്തിന്റെ അച്ഛനായ ഒരു പുരോഹിതൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എൻ്റെ കുരുട്ടുബുദ്ധിയിൽ ആദ്യം തോന്നിയത് ഇയാൾ വൈനും കുടിക്കുമോ എന്നായിരുന്നു. എന്തായാലും ഫിൽട്ടർ കാപ്പി ഗംഭീരമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കോഫികളിൽ ഒന്നായി ഫിൽട്ടർ കോഫിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കറി ചേർക്കുന്നത് കൊണ്ടോ കാപ്പിയുടെ അളവിന്റെ ഡിഗ്രി കൂടിയത് കൊണ്ടോ എന്തോ ഇതിനെ ചിലർ ഡിഗ്രി കോഫി എന്നും വിളിക്കാറുണ്ട്. വെങ്കടേശ്വര സുപ്രഭാതമൊക്കെ കേട്ടുകൊണ്ട് ഒരു ദിവസം തുടങ്ങാൻ ഇതിലും നല്ല മറ്റൊരു വിഭവം ഇല്ലെന്നാ തോന്നുന്നത്. ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം.